സംസ്ഥാനത്ത് കള്ളപ്പണ സാമ്പത്തിക ക്രമക്കേട് കേസുകളിൽ അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തന്നെ ആസൂത്രിതമായി ആക്രമിച്ച സംഭവം. ഇതിനു പിന്നിൽ CPM നേതൃത്വത്തിന്റെ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ED ശക്തമായി ഈ വിഷയം ഉന്നയിക്കുന്നത്. പ്രസംഗങ്ങളിലൂടെയും മറ്റും അണികളെ ഇളക്കിവിട്ടത് മറ്റാരുമല്ല, അത് CPM നേതാക്കൾ തന്നെയായിരുന്നു. ഉന്നത നേതാക്കൾ ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചനയാണിതെന്നും ED കോടതിയിൽ വ്യക്തമായി സ്ഥാപിക്കുകയാണ്. അതിനുള്ള തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നേതാക്കൾ അണികളെ പ്രേരിപ്പിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതൊക്കെ തന്നെ വ്യക്തമായി ആർക്കും ബോധ്യപ്പെടും. ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ ആക്രമിക്കുന്നത് നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള ഗുരുതര വെല്ലുവിളി കൂടിയാണ്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഈ ആക്രമണം നടത്തിയതെന്നും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ED സമർപ്പിച്ച സത്യവാങ്മൂലത്തിലൂടെ ശക്തമായി വാദിക്കുന്നുണ്ട്. പോലീസ് അന്ന് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേനെ എന്നാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. CPM ഉന്നത നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ക്രൂര ആക്രമണത്തിന് അവർ ആസൂത്രണം നടത്തിയത്. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെയാണ് ED ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. സാഹചര്യ തെളിവുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ അക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാം. നേതാക്കളുടെ പ്രസംഗം ED പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അങ്ങേയറ്റം പ്രകോപനപരമാണ്. CMRL കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് 2026 മെയ് 27 പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിൽ പരിശോധന ED നടത്തിയത്. കേസിൽ CPMോ പാർട്ടി നേതൃത്വമോ ഒന്നും തന്നെ പ്രതികളായിരുന്നില്ല. എന്നിട്ട് പോലും ED ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിന് പിന്നിലെ ലക്ഷ്യം അത് അന്വേഷണ വിധേയമാണെന്നാണ് ED പറയുന്നത്. ഒരിക്കലും ഒരു പാർട്ടിക്കെതിരെയോ പാർട്ടി നേതാവിനെതിരെയോ അല്ല അവിടെ പരിശോധന നടത്തിയത്. ഒരു വ്യക്തിക്കെതിരെ നടത്തിയ അന്വേഷണത്തിൽ പാർട്ടി എന്തിന് ഇത്രയധികം ഭയപ്പെടണം? പരിശോധന തുടങ്ങിയതിന് പിറകെ തന്നെ CPM നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കി. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. പരിശോധന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായി താക്കീത് നൽകി. CPM സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങൾ അത് പ്രവർത്തകർക്ക് ED ആക്രമിക്കാനുള്ള ഉൾപ്രേരകമായിരുന്നു, കൃത്യമായൊരു സിഗ്നലായിരുന്നു. ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആ ആക്രമണം നടത്തിയത്. പോലീസ് സമയോചിതമായി അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരുപക്ഷെ ആ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും കൊല്ലപ്പെടുമായിരുന്നു. വാഹനങ്ങൾ തകർത്തതിലൂടെ തന്നെ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. പൊതുമുതൽ നശീകരണ നിയമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തണമെന്നും ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നതരിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്നാൽ ഇത് തടയിടാനായി CPM ബോധപൂർവം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പ്രതിപക്ഷ നേതാക്കളടക്കം ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചന തന്നെ ഉണ്ടെന്നും അക്കാര്യം അന്വേഷിക്കണമെന്ന ശക്തമായ ആവശ്യവും ED മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. CPM നേതാക്കൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങൾ അതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. തുടർച്ചയായി നടത്തിയ ഈ പ്രസംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെ അണികളിൽ വിദ്വേഷം നിറച്ചു. അവർ റെയ്ഡിനെത്തുമ്പോൾ കായികമായി നേരിടാൻ സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ട് പ്രേരിപ്പിച്ചതിനുള്ള വ്യക്തമായ തെളിവായി കോടതിയിൽ ED ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം പ്രാരംഭഘട്ടത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുകയാണ്. നിരവധി പ്രതികൾ ഇപ്പോഴും ഒളിവിലാണെന്നാണ് ED ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിക്കരുത്. അങ്ങനെ ജാമ്യം അനുവദിച്ചാൽ അത് സാക്ഷികളെ സ്വാധീനിക്കാനും ഈ അന്വേഷണത്തെ താറുമാറാക്കാനും ബാധിക്കാനും സാധ്യതയുണ്ടെന്നാണ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലൂടെ ED ആവശ്യപ്പെടുന്നത്. അക്രമം നടന്ന ദിവസത്തെ സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഗൂഢാലോചനയിലെ ഉന്നത നേതാക്കളുടെ പങ്കൊക്കെ തന്നെ പൂർണ്ണമായി വ്യക്തമാകുമെന്നാണ് ഏജൻസി പറയുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാർട്ടിയിലെയും മുൻ LDF സർക്കാരിലെയും അതീവ ഉന്നതരിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അതിന് തടയിടാൻ വേണ്ടി CPM തന്നെ ബോധപൂർവം ആസൂത്രണം ചെയ്ത നടപ്പിലാക്കിയ ഒരക്രമമായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ഉച്ചയ്ക്ക് പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ 100 കണക്കിന് പേരടങ്ങുന്ന സംഘമായിരുന്നു വളഞ്ഞത്. കല്ലും ഇഷ്ടികയും ഇരുമ്പ് വടിയും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഒരു ED ഉദ്യോഗസ്ഥനും ഒരു CRPF ജവാനും വാഹന ഡ്രൈവർക്കുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റു. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലാണ് വൻ ജനക്കൂട്ടം വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഇതൊരു സാധാരണ ആക്രമണമല്ല, വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഗൂഢാലോചനയുണ്ടെന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.